ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാരായണി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഊട്ടിയിലെ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതായത് മുതിർന്നവർക്ക് ഒരാൾക്ക് 30 രൂപയും കുട്ടികൾക്ക് ഒരാൾക്ക് 15 രൂപയുമാണ് പ്രവേശന ഫീസ് വരുന്നത്. നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ചാർജ് ഉണ്ട്. അതിന് 50 രൂപയാണ് ക്യാമറയുടെ ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലായിരുന്നു പൂന്തോട്ടങ്ങളെല്ലാം അലങ്കരിച്ച് വെച്ചിരുന്നത്. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. 38 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ രണ്ടാമത്തെ വലിയ ഉദ്യാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 50,000 വ്യത്യസ്ത ചട്ടികൾ വളർത്തുന്ന വർണ്ണാഭമായതും ചടുലവുമായ പൂക്കളുടെ സമൃദ്ധിയാണ് ഈ പാർക്കിൻ്റെ പ്രധാന ഹൈലൈറ്റ്. ഓർക്കിഡുകൾക്കായിട്ട് ഒരു പ്രത്യേക മേഖല, ഔഷധ സസ്യങ്ങൾക്കായി ഒരു പ്രത്യേക വിഭാഗം, മേപ്പിൾ ട്രീ, അവന്യൂ ട്രീ എന്നിവയാണ് മറ്റ് ആകർഷണങ്ങൾ. അതുപോലെ തന്നെ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എല്ലാ വർഷവും ശൈത്യകാലത്ത് ഒരു പുഷ്പമേളയും സംഘടിപ്പിക്കുന്നുണ്ട്.
ഊട്ടി തടാകത്തിന് 1/2 കിലോമീറ്റർ അരികിലാണ് കർണാടക സിരി ഗാർഡൻ. മൈസൂർ രാജകുടുംബത്തിന് ഇവിടെയുണ്ടായിരുന്ന സ്ഥലം കർണാടക സർക്കാരിൻ്റേതായി മാറുകയായിരുന്നു. സ്ഥലം പിന്നീട് കാട് പിടിച്ച് കിടന്നതോടെയാണ് ഉദ്യാനമെന്ന ആശയം വന്നത്. 2018 പാർക്ക് തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ ഉദ്യാനത്തിൽ 325 അടി നീളത്തിൽ കിഴക്ക് പടിഞ്ഞാറ് മലകളുടെ താഴ്വരകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. 3.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ കാൽനടപ്പാലം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുണ്ട്. വീഡിയോയുടെ അവസാനം നമ്മൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.